ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2025 നാലാം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബന്ധത്തിൻ്റെ കഥ പറയുവാനും ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. അതിന് വിളിക്കുന്ന പേരാണ് ബൈബിൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വലിയ നോമ്പ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകാൻ, ബന്ധം ബന്ധനങ്ങളായി മാറാതെ ബന്ധങ്ങൾ ഫലദായകമായി തീരുവാൻ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ഒരു വചനമുണ്ട്, നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഞാൻ എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടി, നിങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള, എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള നമ്മുടെ ഒരുപക്ഷെ ജോലിസ്ഥലമാകാം, വീടാകാം, ഇടവകയാകാം, ആ ബന്ധത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് നമ്മൾ ശാഖകളായി നിൽക്കുമ്പോൾ മാത്രമാണ് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം ഇതാണ്: ബന്ധനങ്ങളാകാതെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധം, ചേർന്ന് നിൽക്കുവാൻ തക്ക വിധം നമ്മുടെ ബന്ധങ്ങൾ ഇന്ന് എവിടെയാണ്? അത് മുറിഞ്ഞു പോകാൻ കാരണം എന്താണ്? ആ ബന്ധങ്ങളെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെട്ടതാക്കാൻ, ബന്ധനങ്ങളിൽ നിന്ന് ബന്ധങ്ങളെ കുറച്ചുകൂടി ഫലം പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ നോമ്പ്, ഈ പ്രഭാതം, അത് ദൈവം പ്രത്യേകം വിഭാവനം ചെയ്ത ദിവസമായി കണ്ടുകൊണ്ട് ഈ വചനത്തോട് ഒരാമീൻ പറഞ്ഞ് നമുക്ക് ദൈവതിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഒരിക്കൽ കൂടി മെച്ചപ്പെട്ടതാകാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകാൻ ഇനിയുള്ള ദിവസങ്ങൾ ഇടയാകട്ടെ. അതിന് ബന്ധങ്ങൾ കുറച്ചുകൂടി ഒത്തൊരുമ ഉള്ളതായി, കൂട്ടായ്മ ഉള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.